അതേപോലെ UDF സർക്കാരിനെ ഇരുണ്ടകാലം എന്ന് വിശേഷിപ്പിച്ച LDF സർക്കാരിന് ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ്. ഒരു മഹത്തായ തീരുമാനം ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കൊരു പാരയായി വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇരുണ്ട കാലമെന്ന് തെരഞ്ഞെടുപ്പിൽ പോലും, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ പ്രകടന പത്രികയിൽ പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഈ 10 വർഷത്തിനിടയ്ക്ക് ഇതുവരെ കറണ്ട് പോയിട്ടില്ല എന്ന് LDF സർക്കാർ പറയുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കും. ഇന്നലെ രാത്രി കൂടി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ കറണ്ട് ഇല്ലാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു, മെനയാന്നുണ്ടായിരുന്നു, അതിന് മുന്നത്തെ ദിവസവും ഉണ്ടായിരുന്നു. രാത്രിയിൽ ആരും അറിയാതെ പോകുന്ന കറണ്ടുകൾ. ഇത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. എന്നാലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് വൈദ്യുതി മന്ത്രിയുടെ അഴിമതിയെ പറ്റിയാണ്. കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് വൈദ്യുതി മന്ത്രി നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ ഇരുണ്ട കാലം എന്ന് പറയുമല്ലോ, അതെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അരമണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അതെപ്പോഴാണ്? നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ പുതിയൊരു കരാറുമായിട്ട് വരുന്നത്. ആ കരാറിനെ അന്ന് LDF എതിർത്തിരുന്നു. അത് വേറൊരു കാര്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വൈദ്യുതി കടമെടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ വൈദ്യുതി കടമെടുക്കുന്നു. 25 വർഷത്തേക്കിന് 4 രൂപ സംതിങ് പൈസയ്ക്കാണ് UDF സർക്കാർ വാങ്ങിക്കുന്നത്. ഇത് 2023 ഈ കരാർ റദ്ദാക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് മന്ത്രി കൃഷ്ണൻകുട്ടി നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത് റദ്ദാക്കിയിട്ട് 10 രൂപയ്ക്ക് എടുക്കുന്നത്. അതിനുശേഷം കേരളത്തിലെ വൈദ്യുതി ബില്ലിൻ്റെ അളവെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, ഒരു സാധാരണപ്പെട്ട ഒരാൾ പണ്ട് 200 രൂപ 300 രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരാൾ ഇന്ന് അടയ്ക്കുന്നത് 4000 രൂപ 5000 രൂപ കറണ്ട് ബില്ലാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കേരളത്തിലെ വൈദ്യുതി ഉപഭോഗത്തെ മാറ്റിയിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗത്തെ മാറ്റിയത് എങ്ങനെയാണ്? ഇതിൻ്റെ വില വർദ്ധിപ്പിച്ചതാണ്. 2023 ഈ വൈദ്യുതി ബില്ല് കരാറ് റദ്ദാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള പോൾ സെബാസ്റ്റ്യനും അതേപോലെ തന്നെ നമ്മുടെ KSEB ബോർഡ് ചെയർമാനും ഇവരെല്ലാം കൃത്യമായിട്ട് മന്ത്രിക്ക് വലിയ കത്തുകൾ എഴുതിയാണ്. ഈ കത്തുകളെല്ലാം കിട്ടിയിട്ടും മന്ത്രി എന്താണ് ചെയ്തത്? ഇവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അത് റദ്ദ് ചെയ്യിക്കാണ്. ഇപ്പോൾ റദ്ദ് ചെയ്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പദ്ധതി പ്രകാരം എല്ലാ വർഷവും 20 പൈസ എന്തോ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഒരു 355 പൈസയ്ക്ക് കേരളത്തിൽ കിട്ടേണ്ട കറണ്ടാണ് ഇന്ന് 10 രൂപയ്ക്ക്. ഒരു സാധാരണക്കാരൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഈ ഒരു വൈദ്യുതി ബില്ലിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അല്ല, ഇപ്രാവശ്യം കറണ്ട് ബില്ല് പലർക്കും 11,000 രൂപ 12,000 രൂപ, അതായത് 2,000 3,000 രൂപ അടച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം 10,000 12,000 രൂപ ആയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണ്? ആരുടെ കഴിവുകേടാണ്? ഈ LDF സർക്കാരിൻ്റെ കഴിവുകേടാണ്. അത് 3 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ 4 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അത് റദ്ദ് ചെയ്തിട്ട് 10 രൂപയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ദുരുദ്ദേശം കാണില്ലേ? പല ഉദ്യോഗസ്ഥരും ചെയ്യരുത് എന്ന് മന്ത്രിയോട് പറഞ്ഞിട്ടും മന്ത്രി അത് റദ്ദ് ചെയ്ത് 10 രൂപയ്ക്ക് കറണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിക്ക് വലിയൊരു പങ്ക്, അഴിമതിയുടെ ഒരു പങ്ക് മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കരാർ റദ്ദ് ചെയ്തിട്ട് പുതിയ കരാറിലേക്ക് പോകുന്നത്. അത് കേരളത്തിലെ ജനങ്ങളെ മൊത്തം കടക്കണിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. കറണ്ട് ബില്ല് ലോഡ് ഷെഡിങ് ഇതുവരെയായിട്ട് 10 വർഷമായിട്ട് ഇല്ല എന്ന് പറയുമ്പോഴും അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഒരു പ്രവണത നമുക്ക് ചുറ്റുമുണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടിലാണെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് കറണ്ട് പോകും. അരമണിക്കൂർ ഇടവിട്ട് ഒരു 10-15 മിനിറ്റ് കറണ്ട് പോകും. KSEB വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരും, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഇപ്പോൾ വരും. എന്നിട്ട് നമ്മുടെ നമ്പറൊക്കെ എഴുതി വെക്കും. ഒരു കാര്യമില്ല, എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആലുവയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഓഫീസിൽ തന്നെ എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് വെച്ച് കറണ്ട് പോകും. രാവിലെ ചിലപ്പോൾ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു 3 തവണ കറണ്ട് പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കറണ്ട് വരുന്നത്. അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കറണ്ട് വരും. ആ കറണ്ടിനെ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതായത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അരമണിക്കൂർ പവർ കട്ടിനെയാണ് ഇവരിന്ന് 1 മണിക്കൂർ, ഇവർ പറയാതെ പറയുന്ന മണിക്കൂറുകൾ ആരും കണക്കാക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഒരു ദിവസത്തിൽ ഇത്ര മിനിറ്റുകൾ കൂട്ടി നോക്കുകയാണ്, ഒരു മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും പറയാതെ തന്നെ ഒരു പവർ കട്ട് ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സാധാരണപ്പെട്ട ഒരാൾ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ
ലോക ബാങ്കിൽ നിന്നോ വേൾഡ് ബാങ്കിൽ നിന്നോ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ലോൺ കൊടുക്കാനാണെങ്കിൽ ബാങ്കുകൾ ഇപ്പോൾ ലോൺ കൊടുക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ലോണുകൾ മാത്രമായിട്ട് മാറുന്നൊരു മനുഷ്യ ജീവിതത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വലിയൊരു കടക്കണിയിലേക്കാണ് സർക്കാർ തള്ളിവിട്ടിട്ടുള്ളത്. ഇന്ന് AC ഇല്ലാത്ത വീടുകളൊക്കെ വളരെ കുറവാണ്. കാരണം 10-30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു AC ഒക്കെ കിട്ടും. EMI ഒക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ടായതുകൊണ്ട് ആറ്റുനോറ്റൊരു AC വാങ്ങിക്കും. AC വാങ്ങിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ആരടയ്ക്കും? AC-ക്ക് 30,000 രൂപയുള്ളൂ, പക്ഷേ കറണ്ട് ബില്ല് 40,000 രൂപ 50,000 രൂപയാണ്. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. ഒരു AC വാങ്ങിച്ചു കഴിഞ്ഞാൽ AC-ക്ക് 30,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ AC-ക്ക് ഉപയോഗിക്കുന്ന കറണ്ടിന് നമ്മൾ 40,000, 50,000, 1 ലക്ഷം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാരുണ്ടാക്കിയതാണ്? അഴിമതി, ലോക അഴിമതിയാണ് KSEBയിൽ നടന്നിട്ടുള്ളത്. ഇതിനെതിരെ വലിയ അന്വേഷണങ്ങൾ വേണം. ജനങ്ങൾ പ്രതികരിക്കണം. ഇത്രയും വലിയ തുക കിട്ടുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് LDF വന്നു, എല്ലാം ശരിയായി എന്ന് പറയാതെ മുഖത്ത് നോക്കി ചോദിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. നിങ്ങൾ എന്താണ് ശരിയാക്കിയതെന്ന് ഞങ്ങൾക്ക് ലോൺ തരാൻ പറയണം, അല്ലെങ്കിൽ സബ്സിഡി തരാൻ പറയണം. ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇരുണ്ട കാലമെന്ന് ആക്ഷേപിക്കുന്ന UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 200 രൂപ 300 രൂപയായിരുന്നു കറണ്ട് ബില്ല് എന്ന് പറയുന്നത്. ഒരു ശരാശരി എനിക്കറിയാം, എൻ്റെ ആ സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ അടച്ചുകൊണ്ടിരുന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത് 250 രൂപ 260 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ ചില മാസങ്ങളിലൊക്കെ 180 ആ ഒരു റേറ്റിലാണ്. 180 നിന്ന് 250 എത്തുമ്പോഴത്തേക്കും വീട്ടിൽ വഴക്കാണ്. കറണ്ട് ബില്ല് കൂടുന്നു, ലൈറ്റ് എല്ലാം ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. ഏതാ 180 രൂപയിൽ നിന്ന് 250 രൂപ ആയത്. ഇന്ന് ആ 250 രൂപയുടെ സ്ഥാനത്ത് 2000 രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത്. എന്താണ്? അന്നുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയൊക്കെ ഇന്നും ഉള്ളൂ. ആകെപ്പാടെ ഒരു ഫ്രിഡ്ജ് വല്ലതും കൂടി കാണും. പക്ഷേ നമുക്ക് ആ ഒരു ഈ സമയം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആയി എന്നുള്ളതാണ് അല്ലേ? നമ്മൾ ഈ ഒരു വൈദ്യുതി ബില്ല് കൂട്ടിയതിനോട് സാധാരണ ജനങ്ങൾ യൂസ്ഡ് ആയി. അതാണ് ഇപ്പൊ ഈ സർക്കാർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എല്ലാത്തിനും വില കൂടിയല്ലോ. LDF സർക്കാർ ആദ്യ പിണറായി സർക്കാർ കയറുമ്പോൾ അവരുടെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 5 കൊല്ലത്തേക്കിന് വിലക്കയറ്റം ഇല്ല എന്നായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് ഇവർ ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വിലയായി. 3 ഇരട്ടി വിലയായപ്പോഴത്തേക്കും ആളുകൾ യൂസ്ഡായി. ഇപ്പോൾ അരി വാങ്ങണമെങ്കിൽ 3 ഇരട്ടി പൈസ കൊടുക്കണം. അങ്ങനെ എല്ലാത്തിനും വളരെയധികം വില കൂടിയ സമയത്ത് ആളുകൾ അതിലേക്ക് യൂസ്ഡായി മാറുകയാണ്. അടുത്ത 10 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും 3 ഇരട്ടി എന്നുള്ളത് 4 ഇരട്ടിയായി. ഇന്ന് കിട്ടാനുമില്ല. സ്വാഭാവികം എന്നുള്ള ഒരു അവസ്ഥയെ സാധാരണ ജനങ്ങൾ സ്വാഭാവികം. LDF സർക്കാരല്ലേ, സ്വാഭാവികം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, സ്വാഭാവികം. അപ്പോൾ നമ്മളിതെല്ലാം പറയുമ്പോഴും കൃഷ്ണൻകുട്ടി സഖാവ് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കും. പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു 736 കോടി രൂപ, അതായത് 2023-2024 വർഷത്തെ കണക്കെടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ KSEBിയുടെ നഷ്ടം എന്ന് പറയുന്നത് 7300 സംതിങ് കോടിയാണ്. അപ്പോൾ ഇത്രയും കോടിയൊക്കെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്തിന്. നമ്മളിതെല്ലാം പറയുമ്പോൾ അയൽ സംസ്ഥാനത്താണ് എടുക്കുന്നത്. അവർക്കും ജീവിക്കണ്ടേ? അവിടെയും തൊഴിലാളികളില്ലേ? അയൽ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 700 കോടിയുടെ അഴിമതി നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് കുറ്റം പറയരുത്. ആ 700 കോടി കിട്ടിയതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങൾ ഇന്ന് ആ രീതിയിൽ നിലനിന്ന് പോകുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രതിമ പണിത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ടുകൾ നൽകാം. കേരളത്തിലെ ജനങ്ങളുടെ പൂച്ചെണ്ടുകൾ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രിക്ക്.